ഇപ്പോൾ സംഗീത നാടക അക്കാദമി സെക്രട്ടറി ശ്രീ കരിവള്ളൂർ മുരളി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ കരിവള്ളൂർ മുരളി, ഏതായാലും വലിയ രീതിയിലുള്ളൊരു അധിക്ഷേപം തന്നെയാണ് RLV രാമകൃഷ്ണൻ നേരെ ഉണ്ടായിരിക്കുന്നത്. സാംസ്കാരിക കേരളം ഒറ്റക്കെട്ടായി തന്നെ അതിനെതിരെ രാവിലെ മുതൽ തന്നെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യവും നിലനിൽക്കുന്നുണ്ട്. താങ്കൾ എങ്ങനെയാണ് ഇതിനെ കാണുന്നത്? ഇത് ഒരു ബോഡി ഷേമിങ്ങിന്റെ മാത്രം പ്രശ്നമല്ല, ഇതൊരു വലിയ മനുഷ്യാവകാശ ലംഘനം കൂടിയാണ്. കലാകാരി എന്ന ഒരു വിശേഷണത്തിന് ഒരിക്കലും അർഹയല്ല സത്യഭാമ. ഞാൻ സത്യഭാമ എന്ന് മാത്രം പറയുന്നത്, കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ നമ്മൾ അറിയുന്നത് മഹതിയായ ഒരു വലിയ കലാകാരിയാണ്. അവരിപ്പോ നമ്മളോടൊപ്പം ഇല്ല. പക്ഷേ കേരളത്തിൽ കലാമണ്ഡലം സത്യഭാമ എന്ന് പറഞ്ഞാൽ എപ്പോഴും പലരും തെറ്റിദ്ധരിക്കുക പണ്ട് മുതലേ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു പേരാണ്. അവർ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. കലാമണ്ഡലം സത്യഭാമ ടീച്ചർ എന്ന നമ്മുടെ മുഴുവൻ ആദരണീയായ ആ കലാകാരിയുടെ പേരിൽ അതേ പേരുള്ള മറ്റൊരാളാണിത്. ഈ കലാമണ്ഡലം സത്യഭാമ, ഞാൻ കലാമണ്ഡലം എന്ന പേര് പോലും പറയുന്നില്ല, സത്യഭാമ. ഇപ്പോ പറയുന്നത് കാക്കയെ പോലെ കറുത്തതാണ്, പെറ്റതള്ള പോലും സഹിക്കയില്ല. ഇതിൽ ഏറ്റവും നിന്ദ്യമായ ഒരു സന്ദേശം കിടക്കുന്നുണ്ട്. വരാനിരിക്കുന്ന ഒട്ടുവളരെ തലമുറകളിലേക്ക് നൃത്തം ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കലാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടണമെന്നുണ്ടെങ്കിൽ തൊലി വെളുത്തവരായിരിക്കണം എന്ന സന്ദേശമാണ്. ജാതിയിൽ താഴെയുള്ളവരാരും പാടില്ല എന്ന സന്ദേശമാണ് അതിൽ നൽകുന്നത്. അതുകൊണ്ട് വളരെ അപകടകരമായ ഒരു സന്ദേശമാണിത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കലാമണ്ഡലം സത്യഭാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇപ്പോഴുള്ള ഈ യൂട്യൂബ് ചാനലിൽ നടത്തിയിട്ടുള്ള ഈ ഒരു ചർച്ച നടത്തിയിട്ടുള്ള സ്ത്രീയുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണം. അത് മാത്രമല്ല, അത് അധസ്ഥിത വിഭാഗങ്ങളിൽപ്പെട്ട ഒരാൾക്കെതിരെ ഇത്രയും നിന്ദ്യമായ വാക്കുകൾ ഉപയോഗിച്ചു എന്നതിന്റെ പേരിൽ തന്നെ ഭരണഘടനാപരമായ അവകാശങ്ങളുടെ പേരിൽ അദ്ദേഹത്തിന്റെ നേരെ ഉണ്ടായ അധിക്ഷേപത്തിന് അവർക്കെതിരായിട്ട്, സത്യഭാമക്കെതിരായിട്ട് കേസെടുത്ത് തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന പക്ഷക്കാരാണ് ഞാൻ. ഇദ്ദേഹത്തിനാണെങ്കിൽ PG ഉണ്ട്, മോഹിനിയാട്ടത്തിൽ MG യൂണിവേഴ്സിറ്റിന് PG ഉണ്ട്. അതിലും പുറമെ ഈ 2021 മോഹിനിയാട്ടത്തിന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നൽകി ആദരിച്ചിട്ടുണ്ട്. അതേ വർഷം എനിക്കായിരുന്നു ഫെലോഷിപ്പ്, നാടകത്തിന്റെ ഫെലോഷിപ്പ്. ഞങ്ങൾ ഒന്നിച്ച് അടുത്തടുത്തിരുന്നിട്ടാണ് ഈ പുരസ്കാരങ്ങൾ സ്വീകരിച്ചത്. അതുകൊണ്ട് കേരള സംഗീത നാടക അക്കാദമിയുടെ മോഹിനിയാട്ടത്തിനുള്ള അവാർഡ് 2021 നേടിയ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കലാകാരനാണ് RLV രാമകൃഷ്ണൻ. അദ്ദേഹത്തിനുണ്ടായ അധിക്ഷേപം തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ്.